ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫീച്ചർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫീച്ചർ ഓഫ് ഷെയർ ഇഷ്യൂഡ് അറ്റ് പാർ നമ്മൾ പഠിച്ചു അല്ലേ? പാറിൽ മാത്രമേ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുള്ളൂ അല്ലല്ലോ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമല്ലോ നമ്മൾ ഷെയർ അല്ലേ? അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും പ്രീമിയത്തിൽ കൊടുത്ത ഷെയർ ആണ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെങ്ങനെ ക്യാൻസൽ ചെയ്യും? അത് ഇതുപോലെ എഴുതിയാ പോരല്ലോ, അതിന് ഒരുപാട് കാര്യങ്ങൾ നോക്കണമല്ലോ അല്ലേ? അപ്പൊ അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫീച്ചർ ഓഫ് ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. പ്രീമിയം എന്ന് പറയുമ്പോൾ 10 രൂപയുടെ ഷെയർ 11 രൂപയ്ക്ക് കൊടുക്കാം, 12 രൂപയ്ക്ക് കൊടുക്കാം, 13 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപയെക്കാളും കൂടുതൽ എത്ര രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ അതാണ് പ്രീമിയം അല്ലെ? ഇതില് 2 കേസ് ഉണ്ട്, എനിക്ക് അതാണ് പറഞ്ഞു തരാനുള്ളത്. when premium is received and then cancelled. ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടിയിട്ടാണ് വേറെന്തോ അയാൾ തരാത്ത കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നു. അയാളുടെ നിന്ന് പ്രീമിയം ഒക്കെ കിട്ടി, അപ്ലിക്കേഷൻ കിട്ടി. പൊതുവെ പ്രീമിയം ഏത് സ്റ്റേജിലാണ് കളക്ട് ചെയ്യുക? അലോട്ട്മെന്റ് സ്റ്റേജിൽ അല്ലെ? അപ്പൊ അലോട്ട്മെന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അപ്ലിക്കേഷൻ വിളിച്ചു തന്നു, അലോട്ട്മെന്റ് വിളിച്ചു തന്നു. അപ്പൊ അലോട്ട്മെന്റ് കൂടെ അയാൾ എന്തും തന്നിട്ടുണ്ടാവും? പ്രീമിയം തന്നിട്ടുണ്ടാവും അല്ലെ? ഫസ്റ്റ് കോള് വിളിച്ചു തന്നില്ല, മനസ്സിലായോ? അപ്പോ ഫസ്റ്റ് കോള് വിളിച്ചിട്ടാണ് തരാത്തത്. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷനും കിട്ടി, അലോട്ട്മെന്റും കിട്ടി. അലോട്ട്മെന്റ് കിട്ടിയ കാരണം കൊണ്ട് പ്രീമിയം കിട്ടി. അപ്പൊ പ്രീമിയം ഒക്കെ കിട്ടിക്കഴിഞ്ഞു, വേറെ എന്തോ കിട്ടാത്ത കൊണ്ടാണ് ക്യാൻസൽ ചെയ്തത് എന്ന് വരുമ്പോ ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. ഒരിക്കലും കിട്ടിയ പ്രീമിയം ക്യാൻസൽ ചെയ്യരുത്. എൻട്രിയിലും പ്രീമിയം വരാൻ പാടില്ല, എമൗണ്ടിലും പ്രീമിയം വരാൻ പാടില്ല. ശ്രദ്ധിച്ചു കേൾക്കുക. ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടിയിട്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ജേർണൽ എൻട്രിയിൽ ഒരിക്കലും പ്രീമിയം എഴുതി കാണിക്കരുത്. എൻട്രിയിലും എവിടെയും പ്രീമിയം എമൗണ്ട് വരാനും പാടില്ല. അപ്പൊ പാറിൽ എന്താണോ എൻട്രി അതേ എൻട്രി അല്ലെ? എന്താ പാറിൽ എൻട്രി വന്നത്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റിൽ വിളിച്ചവരക്കുള്ള എമൗണ്ട്, കോൾഡ് അപ്പ് വാല്യൂ ടു ഷെയർ ഫോർഫീറ്റഡ്. കിട്ടിയ എമൗണ്ടിനെ ക്യാൻസൽ ചെയ്യും. ടു ഷെയർ ഫോർഫീറ്റഡ്, കിട്ടിയ എമൗണ്ട് ക്യാൻസൽ ചെയ്യും. ടു ഷെയർ കിട്ടാത്ത എമൗണ്ട് ഒക്കെ എഴുതി വെക്കും. ഫസ്റ്റ് കോൾ ആണെങ്കിൽ അങ്ങനെ, സെക്കൻഡ് കോൾ ആണെങ്കിൽ അങ്ങനെ. അലോട്ട്മെന്റ് ആണെങ്കിൽ അലോട്ട്മെന്റ് തരാതിരിക്കില്ല, അലോട്ട്മെന്റ് തന്നാൽ പ്രീമിയം തന്നിട്ടുണ്ടാവുമല്ലോ. ഇനി അല്ല അപ്ലിക്കേഷനിലാണ് പ്രീമിയം എന്നുണ്ടെങ്കിൽ അപ്പൊ അലോട്ട്മെന്റ് തരാതിരിക്കും എന്ന് വേണമെങ്കിൽ. ഇത്രയേ ഉള്ളൂ. പാറിൽ എന്താണോ പഠിച്ച അതേ സംഭവം. ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടിയിട്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യണമെങ്കിൽ പ്രീമിയം ഒരിക്കലും എൻട്രിയിലും വരരുത്, എമൗണ്ടിലും വരരുത് എന്നുള്ളതാണ് സാരം. ഇനി രണ്ടാമത്തതോ when premium is not received, പ്രീമിയം ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടൊന്നുമില്ല. when premium is not received and then cancelled, when premium is not received and then cancelled. ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം ഒന്നും കിട്ടിയിട്ടില്ല, നമ്മൾ ഷെയർ ക്യാൻസലും ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രീമിയം കിട്ടാതെയാണ് ക്യാൻസൽ ചെയ്തെങ്കിൽ കിട്ടാത്ത പ്രീമിയത്തിന് എഴുതിയും കാണിക്കണം, എമൗണ്ടിലും എഴുതി കാണിക്കണം. അപ്പൊ എങ്ങനെ വരും? ഞാൻ എന്താ പറഞ്ഞു തന്നിരിക്കണേ? ഷെയർ ക്യാപിറ്റലും സെക്യൂരിറ്റി പ്രീമിയം ഫ്രണ്ട്സ് പോലെയല്ലേ? എവിടെയാണോ ഷെയർ ക്യാപിറ്റൽ വരുന്നത് അവിടെയല്ലേ പ്രീമിയം വരുള്ളൂ. അപ്പൊ എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ്, സെക്യൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ ഷെയർ പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ്. കിട്ടാത്ത പ്രീമിയം എത്ര വരെ വിളിച്ചു, ഒറിജിനൽ വാല്യൂ, കിട്ടാത്ത പ്രീമിയം, പിന്നെ എന്താണോ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യണു. ടു ഷെയർ ഫോർഫീറ്റഡ്, പിന്നെ കിട്ടാത്തതൊക്കെ താഴെ എഴുതി വെക്കുന്നു. ടു ഷെയർ അലോട്ട്മെന്റ്, ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, അങ്ങനെ. അപ്പോ ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടാതെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്തെങ്കിൽ പ്രീമിയത്തിനെയും ഡെബിറ്റ് ചെയ്യണം, എൻട്രിയിലും വരും, അലോട്ട്മെന്റിന്റെ കൂടെ പ്രീമിയത്തിന്റെ എമൗണ്ടും വരും. കാരണം അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ പ്രീമിയം കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പൊ അലോട്ട്മെന്റിന്റെ കൂടെ പ്രീമിയം എമൗണ്ടും വരും, മേലെ പ്രീമിയം എഴുതിയും കാണിക്കണം. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി.
ഒരാളുടെ കയ്യിൽ നിന്ന് പ്രീമിയം കിട്ടിയിട്ടാണ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ, കിട്ടിയാൽ കാണിക്കില്ല, കിട്ടിയില്ലെങ്കിൽ കാണിക്കും. ഇങ്ങനെ ഓപ്പോസിറ്റ് വിചാരിച്ചാൽ മതി. കിട്ടിയാൽ കാണിക്കില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ കാണിക്കും. കിട്ടിയാൽ കാണിക്കില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ കാണിക്കും. പ്രീമിയം കിട്ടിയിട്ടാണ് ക്യാൻസൽ ചെയ്തെങ്കിൽ പാറിൽ എങ്ങനെയാണോ അതേപോലെ. പ്രീമിയം എവിടെ പ്രീമിയത്തിന്റെ അംശം പോലും എൻട്രിയിൽ വരരുത്. പ്രീമിയം കിട്ടാതെയാണ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എൻട്രിയിലും പ്രീമിയം വരണം, അലോട്ട്മെന്റിന്റെ കൂടെ എമൗണ്ടിലും പ്രീമിയം വരണം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി, സോ ഈസി അല്ലേ? ഇതിന്റെ പ്രോബ്ലം ചെയ്താലോ നമുക്ക്? ലെറ്റ്സ് സ്റ്റാർട്ട്. താങ്ക് യു സോ മച്ച്.